US വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ട ഇറാൻ റവല്യൂഷണറി ഗാർഡ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനു പിന്നാലെയാണ് US പടക്കപ്പലിന് നേരെ 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. കരയും കടലും തീവ്രവാദികളുടെ ശവക്കുഴിയായി മാറുന്നുവെന്ന് അവർ പറഞ്ഞു. അതേസമയം US വിമാനവാഹിനി കപ്പലിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചുവെന്ന ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. പടക്കപ്പലിന്റെ അടുത്തുപോലും എത്താൻ മിസൈലുകൾക്ക് കഴിഞ്ഞില്ലെന്ന് US സൈന്യം പറഞ്ഞു. അതിനിടെ ഇറാന് നേരെയുള്ള ഓപ്പറേഷൻ ഫ്യൂറിയുടെ തുടക്കത്തിൽ തന്നെ സൈന്യം ഇറാനിയൻ കപ്പലായ ജമറാൻ ക്ലാസ് കോർവെറ്റിനെ ആക്രമിച്ചതായി US സെൻട്രൽ കമാൻഡ് എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി. കപ്പൽ നിലവിൽ ഒമാൻ ഉൾക്കടലിൽ ചാബഹാർ തീരത്ത് മുങ്ങുകയാണെന്നും അവർ പറയുന്നു. ഇറാൻ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. നേരത്തെ ഹൈദരാബാദിലെ ഇറാനിയൻ കോൺസുലേറ്റ് എക്സിൽ ഒരു പോസ്റ്റ് ജബൽ അലിയിൽ നങ്കൂരമിട്ട അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ കപ്പൽ പൂർണ്ണമായും തകർന്നതായും പോസ്റ്റിൽ പറയുന്നു. കുവൈറ്റിലെ അബ്ദുള്ള മുബാറക്ക് പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളത്തിൽ 4 ബാലിസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളും ആക്രമണം നടത്തി. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു. കൂടാതെ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഖോമിലെ ജാംകരൻ പള്ളിയിൽ ചുവന്ന പതാക ഉയർത്തി ഇറാനിയൻ നീതിയുടെയും പ്രതികാരത്തിന്റെയും ശക്തമായ പ്രതീകമായാണ് ഈ ചെങ്കൊടിയെ കാണുന്നത്. അന്യായമായി രക്തം ചീന്തപ്പെടുമ്പോൾ പലപ്പോഴും ഈ ചുവന്ന പതാക പള്ളിയുടെ മുകളിൽ ഉയർത്താറുണ്ട്. പ്രതികാരത്തിന്റെ പ്രതീകമായി ഇതിനെ കാണുകയാണ്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഇറാന്റെ ഇടക്കാല പരമോന്നത നേതാവായി മുതിർന്ന പുരോഹിതനായിട്ടുള്ള അലി റേസെ അറഫിയെ തെരഞ്ഞെടുത്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാന്റെ ഭരണഘടനാ പ്രക്രിയയിൽ സ്ഥിരമായ ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നവരെയും പരമോന്നത നേതാവിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനായിരിക്കും. ഇറാന്റെ ഭരണഘടനാ ചട്ടക്കൂടിന് കീഴിൽ ഒരു താൽക്കാലിക നേതൃത്വം കൌൺസിൽ രൂപീകരിച്ചാണ് പരിവർത്തന കാലയളവിലേക്കുള്ള പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഗോലം ഹുസൈൻ, മുഹസൈനി എജയി, ഗാർഡിയൻ കൌൺസിലിലെ ഒരു പുരോഹിതൻ എന്നിവർ ഉൾപ്പെടുന്നതാണ് താൽക്കാലിക നേതൃത്വ കൌൺസിൽ. ഖമേനിയുടെ മരണത്തെ തുടർന്നുള്ള പരിവർത്തന കാലയളവിൽ സ്ഥിരമായ ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതുവരെ പരമോന്നത നേതാവിന്റെ അധികാരങ്ങൾ താൽക്കാലിക കൌൺസിൽ കൂട്ടായി വിനിയോഗിക്കുകയും സംസ്ഥാന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. നേരത്തെ ഇറാൻ തിരിച്ചടിയിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തതായി സ്ഥിരീകരിച്ച അമേരിക്ക രംഗത്തെത്തിയിരുന്നു. നിരവധി പേർക്ക് നിസ്സാര പരിക്കുണ്ടെന്നും മേഖലയിലെ US സൈനിക ആസ്ഥാനം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡും പറഞ്ഞു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കി. US എബ്രഹാം ലിങ്കണിൽ 4 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് പതിച്ചതായാണ് ഇറാന്റെ അവകാശവാദം. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ US സേന അതീവ ജാഗ്രതയിലാണ്. അതിനിടയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ 9 പേർ കൊല്ലപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ബെയ്ത്ത് ഷെമേരിയിലെ ബോംബ് ഷെൽട്ടറിൽ പതിക്കുകയായിരുന്നു. നേരത്തെ 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. തുടർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ തിരച്ചിലിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന 20 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബെയ്ത്ത് ഷെമേഷ് മേയർ ഷാമുവൽ ഗ്രീൻബർഗ് പറഞ്ഞു. അമേരിക്കയും ഇസ്രയേലും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ശക്തി ഉപയോഗിച്ച് അവരെ ആക്രമിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുൻ സൈനിക ഉദ്യോഗസ്ഥനും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയുമായ അലി ലാരിജാനി നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് ഇറാന്റെ ഈ ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.